ഏവർക്കും പ്രോഗ്രസീവ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദീർഘകാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? മിക്കവരും ആഗ്രഹിക്കുന്നുണ്ടാകും അല്ലേ? സ്വച്ഛസുന്ദരമായൊരു ഗ്രാമം, കുന്നുകളും തോടുകളും അരുവികളും ഒക്കെ ചേർന്ന പ്രശാന്ത സുന്ദരമായൊരു ഗ്രാമം. അവിടെ സന്തോഷത്തോടെയും കർമ്മനിരതരായും ആരോഗ്യത്തോടെയും ജീവിക്കുന്ന ഒരു സമൂഹത്തെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. അവിടെയുള്ളവർ ദീർഘകാലം ജീവിക്കുന്നു, സന്തോഷത്തോടെയും സമാധാനത്തോടെയും മക്കളും പേരമക്കളും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നു. അത്തരത്തിലുള്ള ഒരു ഗ്രാമമാണ് ജപ്പാനിലെ ഒഗിമി. അവിടെയുള്ള ജനതയുടെ ആയുർ ദൈർഘ്യത്തെപ്പറ്റി അടുത്തറിഞ്ഞവർ അതിൻ്റെ രഹസ്യം എന്തായിരിക്കും എന്നാലോചിച്ച് അത്ഭുതപ്പെടുകയും അതിനെപ്പറ്റി പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അതിൻ്റെ രഹസ്യം കണ്ടെത്തുന്നു. ഇക്കിഗായ്. എന്താണ് ഇക്കിഗായ്? അത് ജീവിക്കാനുള്ള കാരണമാണ്. ഓരോരുത്തരെയും ജീവിതത്തിൽ മുൻപോട്ട് നീക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. നിങ്ങളെ ചലിപ്പിക്കുന്ന, ജീവിപ്പിക്കുന്ന, കർമ്മനിരതരാക്കുന്ന എന്തോ ഒരു കാരണം, ഘടകം. അത് ചിലപ്പോൾ ചിലർക്ക് വിജയങ്ങളാകാം, മറ്റു ചിലർക്ക് പ്രശസ്തിയാകാം, മറ്റുള്ളവർക്ക് ജ്ഞാനസമ്പാദനമാകാം, കുടുംബജീവിത തണലാകാം, ഇനി മറ്റു ചിലർക്ക് മറ്റു പല കാരണങ്ങളാകാം. എന്തായാലും നമ്മളെ നയിക്കുന്ന, പ്രേരിപ്പിക്കുന്ന എന്തൊക്കെയോ ചില പ്രേരകങ്ങളുണ്ട്. അതാണ് ഇക്കിഗായ്. ആ ഇക്കിഗായ് നാം കണ്ടെത്തണം. ആ പ്രേരകം നാം തിരിച്ചറിയണം. അത്തരമൊരു ഇക്കിഗായ് നിങ്ങൾക്ക് പകർന്നു തരുന്ന ചൈതന്യത്തിലും സൗഹൃദത്തിലും ആശ്വാസത്തിലും സന്തോഷത്തിലും നിമഗ്നരായി ജീവിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മീൻ ചൂണ്ടയിട്ട് പിടിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ജീവിതചര്യയിൽ അത് നിർബന്ധമായും ഉണ്ടായിരിക്കണം. കലകളിൽ മുഴുകാൻ താല്പര്യമുള്ളവർ അതിൽ മുഴുകണം. കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യണം. പുസ്തക വായനയാണെങ്കിൽ അങ്ങനെ. കൂട്ടുകാരുമൊത്ത് വെടിവട്ടം പറഞ്ഞ് കലുങ്കിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ കുറച്ചു നേരമെങ്കിലും അങ്ങനെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം നീട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ശീലങ്ങളൊക്കെയാകും നമ്മുടെ മാനസികാരോഗ്യം സമ്പുഷ്ടമാക്കുന്നത്. ഏത് ജോലി ചെയ്യുന്നവനും ഒരല്പനേരം ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തണം. ഇതിനോടൊക്കെ ചേർത്ത് വായിക്കേണ്ട ഒന്ന് മാർക്സ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എപ്പോഴാണ് ഒരാൾ പൂർണ്ണ സ്വതന്ത്രനാകുന്നത്? ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം, ഒരാൾ രാവിലെ ഷേക്സ്പിയർ കൃതികൾ വായിക്കുകയും പിന്നെ മീൻ പിടിക്കാൻ പോവുകയും ഉച്ചയ്ക്ക് വ്യത്യസ്തങ്ങളായ തത്വചിന്തകളിൽ ഏർപ്പെടുകയും വൈകിട്ട് കുസ്തി പിടിക്കുകയും രാത്രി ബീത്തോവൻ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യാൻ സമയം കണ്ടെത്തുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രധാനമാണ്. നമ്മുടെ തൊഴിൽ ഉപേക്ഷിക്കാനോ വൃഥാ സമയം കളയാനോ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിനോദങ്ങൾ, വാസനകൾ ഇവയൊക്കെ പരിപോഷിപ്പിക്കുവാനും അതുവഴി ഉണ്ടാവുന്ന മാനസിക ഉല്ലാസവുമാണ് ഇവിടെ ചിന്തനീയം. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ? അതാണോ നിങ്ങളുടെ പാഷൻ? ലോകത്തിന് ആവശ്യമുള്ള ഒന്നാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഈ ലോകത്തിലെ ദൗത്യം? ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പ്രാഗൽഭ്യമുണ്ടോ? പരിചയമുണ്ടോ? ഇപ്പോഴത്തെ എൻ്റെ തൊഴിൽ എനിക്ക് നൽകുന്ന വേതനം എത്രയാണ്? മാനസിക ഉല്ലാസം എത്രയാണ്? അതോടൊപ്പം ഇക്കിഗായ് പ്രാധാന്യം കൊടുക്കുന്ന മുൻഗണനകൾ ഇവയൊക്കെയാണ്: ഭക്ഷണ ക്രമീകരണം, ചലനങ്ങൾ, വ്യായാമങ്ങൾ, ആരോഗ്യകരമായ സൗഹൃദങ്ങൾ, ശരിയായ ഉറക്കം, വിശ്രമം. ഈ ഘടകങ്ങളൊക്കെ ക്രമീകരിച്ച് നമ്മുടെ വാസനകളെ, അഭിരുചികളെ കണ്ടെത്തി അവയ്ക്കനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആയുർദൈർഘ്യം ഏറെ മെച്ചപ്പെട്ടതാകും. സന്തോഷമുള്ള, ആരോഗ്യമുള്ള ഒരു ജനത രാജ്യത്ത് വളരുകയും ചെയ്യും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇക്കിഗായ്? നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നിങ്ങളുടെ ഇക്കിഗായിനെ പറ്റി കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സിനെ പറ്റി, നിങ്ങളുടെ അഭിരുചികളെ പറ്റി, വാസനകളെ പറ്റിയൊക്കെ വിശദമായിട്ട് കമൻറ്റിലൂടെ അറിയിച്ചാൽ നന്നാകും. ഏവർക്കും നന്ദി.